നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. അണ്ടത്തോട് തങ്ങൾപടിയിൽ ടോറസ് ലോറി ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. ചൊക്കംപോന്നത്ത് 65 വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത്. രാമച്ച തൊഴിലാളിയായ കൃഷ്ണൻ അകലാട് മൊയ്തീൻ പള്ളി പരിസരത്തുള്ള രാമച്ച പാടത്തേക്ക് പോകുന്നതിനായി ബസ് സ്റ്റോപ്പിലേക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് ചാവക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറി ഇടിച്ചത്. നാട്ടുകാർ ചാവക്കാട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് 1-ാം വാർഡ് മുൻ മെമ്പറായിരുന്ന രാധയാണ് ഭാര്യ. റിനീഷ്, റോഷിനി, റിനിത എന്നിവർ മക്കളാണ്. വടക്കേകാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ടോറസ് ലോറി ഡ്രൈവറെ വടക്കേകാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൗൺസിൽ യോഗത്തിൽ BJP പ്രതിഷേധം. ഹൈക്കോടതിയിലെ കോടതിയലക്ഷ്യ കേസിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മാപ്പു പറഞ്ഞുവെന്നാരോപിച്ചാണ് BJP അംഗങ്ങൾ പ്രതിഷേധിച്ചത്. നഗരസഭാ പരിധിയിലെ അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കുന്നതു സംബന്ധിച്ചു നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ചെയർപേഴ്സൺ കോടതിയലക്ഷ്യ നടപടി നേരിടുന്നത്. കേസിൽ നഗരസഭാ ചെയർപേഴ്സൺ രേഖാമൂലം മാപ്പു നൽകിയെന്ന് BJP ആരോപിച്ചു. ചെയർപേഴ്സൺ നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് BJP കൗൺസിലർ KK മുരളി പറഞ്ഞു. എന്നാൽ താൻ മാപ്പു പറഞ്ഞിട്ടില്ലെന്ന് ആവർത്തിച്ച നഗരസഭാധ്യക്ഷ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാനാകില്ലെന്നും വ്യക്തമാക്കി. ഇതോടെ ചെയർപേഴ്സൺ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ഉയർത്തിപ്പിടിച്ച് BJP അംഗങ്ങൾ മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധിക്കുകയായിരുന്നു. ചെയർപേഴ്സന്റെ മേശയ്ക്ക് മുന്നിൽ പ്രതിഷേധം തുടർന്നതോടെ ബഹളത്തിനിടെ അജണ്ടകൾ വായിച്ച് യോഗം ബെല്ലടിച്ച് അവസാനിപ്പിച്ചു. നഗരസഭ വാർഡ് 16-ൽ ഇലക്ട്രിക്കൽ ചാർജിംഗ് സ്റ്റേഷനു സമീപം നഗരസഭയുടെ സ്ഥലത്ത് നഗരസൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ബദനിയാശ്രമത്തിന്റെ ചെലവിൽ പൂന്തോട്ടം നിർമ്മിക്കും. ദ്രവ്യമാലിന്യ സംസ്കരണത്തിനായി മൊബൈൽ FSTP യൂണിറ്റ് വാങ്ങുന്നതിനും തീരുമാനിച്ചു. പൊന്നിയൂർക്കുളം ആൽത്തറ കുണ്ടനി ശ്രീദണ്ഡൻ സ്വാമി ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. ശ്രീകോവിലിന് പുറത്തു സ്ഥാപിച്ച ഭണ്ഡാരമാണ് പൊളിച്ച് മോഷണം നടത്തിയിട്ടുള്ളത്. ഭണ്ഡാരം ഫെബ്രുവരി 8-ന് ഉത്സവം കഴിഞ്ഞ രാത്രിയിലാണ് അവസാനമായി തുറന്നത്. 10,000-ഓളം രൂപയുണ്ടാകുമെന്നാണ് കരുതുന്നത്. കോവിലിന്റെ 3 ചുറ്റുമതിലുകളിൽ വടക്കുഭാഗത്തെ ഗേറ്റ് തുറന്ന നിലയിലായിരുന്നു. ക്ഷേത്രം ശാന്തി ബാലൻ ബുധനാഴ്ച പുലർച്ചെ 5:30 ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് ഭണ്ഡാരം തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് കമ്മിറ്റി ഭാരവാഹികളെ അറിയിച്ച് വടക്കേകാട് പോലീസിൽ പരാതി നൽകി. ചരിത്രദീപ്തമായ സ്മരണകൾ ഉണർത്തുന്ന അരിത്താലത്തിനും അരിപ്പറമേളത്തിനും മണിമലർക്കാവ് ക്ഷേത്രാങ്കണം ഒരിക്കൽ കൂടി വേദിയായി. ചിരാതുകളിൽ ദീപകാഴ്ചയും മേളത്തിന്റെ മാസ്മരികതയും നിറച്ച അരിപ്പറമേളവും താലവും വേലക്കാഴ്ചകൾക്ക് മികവേകി. നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ ഏറെ മാറ്റങ്ങൾക്ക് വിധേയമായതാണ് അരിത്താലം. 18 ദേശങ്ങളിലെ ശാന്തഗംഭീര നാട്ടുത്സവമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയിലെ അരിത്താലവും അരിപ്പറമേളവും ശ്രദ്ധേയമായ ഒന്നാണ്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും മാറുമറയ്ക്കൽ സമരത്തിൽ സ്ത്രീകളുടെ അവകാശ പോരാട്ടത്തിന്റെ വീറുറ്റ അധ്യായമായാണ് കണക്കാക്കപ്പെടുന്നത്. അരനൂറ്റാണ്ട് മുമ്പ് സ്ത്രീകൾ മാറുമറയ്ക്കാതെ താലമെടുത്തിരുന്നതിന് അറുതി വന്നത് സംഘർഷഭരിതമായ സമരത്തോടെയാണ്. വൈകിട്ട് ക്ഷേത്ര നമസ്കാര മണ്ഡപത്തിൽ അരിപ്പറ ചൊരിഞ്ഞതിന് ശേഷമാണ് അരിത്താലത്തിന് തിരികൊളുത്തിയത്. കുംഭഭരണി വേലയിൽ മംഗല്യ സൗഭാഗ്യത്തിനും നെടുമംഗല്യത്തിനും കുടുംബ സൗഭാഗ്യത്തിനും വേണ്ടി വ്രതാനുഷ്ഠാനങ്ങളോടെ നിരവധി സ്ത്രീകൾ അരിത്താലത്തിൽ പങ്കെടുത്തു. പ്രസിദ്ധമായ അരിപ്പറമേളം പുലർച്ചെയാണ് സമാപിച്ചത്. അരിപ്പറമേളത്തിന് പെരുവനം സതീശന്മാരാർ നേതൃത്വം നൽകി. ചരിത്രപ്രസിദ്ധമായ കുതിരവേലയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കം പറയുമ്പോൾ അരിത്താലത്തിനും അരിപ്പറമേളത്തിനും പ്രാധാന്യമേറെയാണ്. 3 ദിനരാത്രങ്ങൾ നാദാവർണ്ണങ്ങൾ പെയ്തിറങ്ങിയ മണിമലർക്കാവ് കുതിരവേല ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ കുട്ടിക്കുതിരകളടക്കം 21 കുതിരകൾ അണിനിരന്നു. അവിശ്വാസികൾക്ക് മുൻപിൽ മണി മലരാക്കിയ തട്ടകത്തമ്മയോട് കുതിരകൾ ഉപചാരം ചൊല്ലി അതാത് ദേശങ്ങളിലേക്ക് മടങ്ങിയതോടെയാണ് ചരിത്രപ്രസിദ്ധമായ കുതിരവേലയ്ക്ക് സമാപനമായത്. കുംഭമാസത്തിലെ അശ്വതി, ഭരണി, കാർത്തിക നാളുകളിലാണ് കുതിരവേല ആഘോഷങ്ങൾ നടന്നത്. വേലൂർ ദേശ തിരികുതിരയുടെ തല കൊളുത്തിയതോടെയാണ് വേല ആരംഭിച്ചത്. അശ്വതി വേലയിൽ വേലൂർ ദേശക്കുതിര കാവുകയറിയതോടെ മറ്റു കുതിരകളും ക്ഷേത്രത്തിലെത്തി.
ഭരണിവേലയിൽ ദേശക്കുതിരകളായ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രാമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ, കരിയന്നൂർ, വിവിധ ഉത്സവ കമ്മിറ്റികളായ വേലൂർ, ഹഷ്മി, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തിനഗർ തുടങ്ങിയവളുടെ കുതിരകളും കുട്ടിക്കുതിരകളുമാണ് ക്ഷേത്രത്തിലെത്തിയത്. പഞ്ചവാദ്യം, ചെണ്ടമേളം, ശിങ്കാരിമേളം, നാദരൂപങ്ങൾ, നാടൻ നൃത്തങ്ങൾ, ഉലക്ക ഡാൻസ്, ഹാസ്യ കലാരൂപങ്ങൾ, സ്കൂബി ഡാൻസ്, ചെണ്ടുകാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവ കുതിരവരവിന് അകമ്പടിയായി. 15 ദിവസം മുമ്പ് ആരംഭിച്ച പറയെടുപ്പ് ഭരണിവേലയിൽ നടക്കൽ പറയ്ക്ക് ശേഷം കുറൂർ മനപ്പറമ്പിലെ പറയോടെ സമാപിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മുതൽ രാത്രി അരിത്താലം ചൊരിയുന്നതുവരെ ക്ഷേത്രമണ്ഡപത്തിൽ അരിപ്പറ ചൊരിയൽ നടന്നു. ഭരണിവേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിത്താലത്തിന് സന്ധ്യയ്ക്ക് തിരികൊളുത്തി. രാത്രി 10-ന് ആരംഭിച്ച പ്രസിദ്ധമായ അരിപ്പറമേളം പുലർച്ചെ 1 മണിക്ക് സമാപിച്ചു. അരിപ്പറമേളത്തിന് പെരുവനം സതീശന്മാരാർ പ്രമാണിയായി. വെങ്ങിലശ്ശേരി അവകാശപ്പറയൻ മേലേപുരയ്ക്കൽ കുറുമ്പയുടെ അധികാരപ്പറ കാവേറിയതിനു ശേഷം അരിത്താലത്തിനെ അനുഗമിച്ച് ഇരിപ്പുവേല അരിത്താലം ചെരിഞ്ഞ് തോറ്റം ചൊല്ലി അവസാനിച്ചു. കാർത്തികവേലയിൽ കാലത്ത് മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ആണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ വന്നെത്തിയ കുതിരവേലയിൽ പങ്കെടുത്ത് ദേവിയെ വണങ്ങി അടുത്ത വേലയ്ക്ക് കാവു കയറാമെന്ന ഉറപ്പു നൽകിയാണ് ഉത്സവ കുതിരകൾ തട്ടകം വിട്ട് അതാത് ദേശങ്ങളിലേക്ക് യാത്രയായത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നോമ്പുകാലത്ത് നടത്തപ്പെടുന്ന ബുധനാഴ്ച ആചരണത്തിന് തുടക്കമായി. രാവിലെ നടന്ന ദിവ്യബലിയിലും തുടർന്ന് നടന്ന സൗജന്യ നേർച്ചയൂട്ടിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ബുധനാഴ്ച രാവിലെ 10 മണിക്കുള്ള ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യകാർമ്മികനായി. തുടർന്ന് കുരുന്നുകൾക്കായി നടത്തിയ ചോറൂണിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. ബുധനാഴ്ച നടന്ന നേർച്ചയൂട്ടിന്റെ വെഞ്ചരിപ്പ് കർമ്മം തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു. സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, മാനേജിംഗ് ട്രസ്റ്റി പിയൂസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ KJ വിൻസെന്റ്, OJ ഷാജൻ, വിൽസൺ നീലങ്കാവിൽ, കൺവീനർ ഡേവിസ് തെക്കേക്കര, NJ ലിയോ, CJ ജോണി, സേവ്യർ അറക്കൽ, PRO റാഫി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി കവുക്കോട് ശ്രീകുളത്താണി വിഷ്ണുശാസ്താ ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി മംഗലത്ത് നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 3-ന് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. ഗജവീരൻ പാലോട്ട് കർണൻ ഭഗവാന്റെ തിടമ്പേറ്റി. കൊരട്ടിക്കര ബാബു, പൊറ്റേടത്ത് മണി എന്നിവർ പഞ്ചവാദ്യത്തിലും മുലയംപറമ്പ് വാദ്യകലാ സംഘത്തിന്റെ നേതൃത്വത്തിൽ പാണ്ടിമേളവും അരങ്ങേറി. തുടർന്ന് 12-ലധികം ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി. രാത്രിയിൽ ദീപാരാധന, ചുറ്റുവിളക്ക്, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും ആലിക്കര ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ തായമ്പകയും നടന്നു. തുടർന്ന് ഫാൻസി വെടിക്കെട്ടും ഗാനമേളയുമുണ്ടായി. ബുധനാഴ്ച പുലർച്ചെ 3-ന് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. താലവരവും നടന്നതോടെ പൂരത്തിന് സമാപനമായി. ആഘോഷങ്ങൾക്ക് കുളത്താണി ദേവസ്വം പ്രസിഡന്റ് K. ശങ്കരൻ നായർ, സെക്രട്ടറി K. രവീന്ദ്രൻ, ട്രഷറർ ഗോവിന്ദൻ നായർ എന്നിവരടങ്ങുന്ന ദേവസ്വം കമ്മിറ്റി നേതൃത്വം നൽകി. വടക്കേകാട് കപ്പളിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്കു ശേഷം വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന വടക്കുംവാതിൽ തുറന്ന് ഭക്തർക്ക് ദർശനം നൽകി. പട്ടും താലിയും ചാർത്തൽ, നടക്കൽ പറവെപ്പ് എന്നിവ ഉണ്ടായി. ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി മനക്കൽ ശശിധരൻ ഭട്ടതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി റോഷിൻ, കീഴ്ശാന്തി അനന്തകൃഷ്ണൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് തട്ടിന്മേൽ കളി, 31ഓളം പ്രാദേശിക കമ്മിറ്റികളുടെ തിറ, നാടൻ കലാരൂപങ്ങളുടെ വരവുമുണ്ടായി. കാർത്തിക ദിവസമായ ബുധനാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, പായസ വിതരണം, അടകുത്തി പുഴുങ്ങാൻ എത്തിയവരെ അരിയെറിയൽ, പ്രസാദ ഊട്ട് എന്നിവയുണ്ടായി. 5000 പേർ പ്രസാദ ഊട്ടിൽ പങ്കെടുക്കും. ക്ഷേത്രം ഭാരവാഹികളായ പ്രമോദ് കിളിയമ്പറമ്പിൽ, ധനീഷ് താമരശ്ശേരി, വിജയൻ പെറ്റാംകുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കപ്പളിയങ്ങാട് കുംഭഭരണിയോടനുബന്ധിച്ച് ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി. വടക്കേകാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കുംഭഭരണി നാളിൽ പരിശോധന നടത്തിയത്.
എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കൺവീനർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി.ജി. അശോകന്റെ നേതൃത്വത്തിൽ അലുവ, പൊരി വിൽക്കുന്ന കടകൾ, ചായക്കടകൾ, ശീതളപാനീയങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ പിടിപെടാതിരിക്കുന്നതിനും ഭക്ഷ്യവിഷബാധ ഉണ്ടാകാതിരിക്കുന്നതിനുമായാണ് പരിശോധന ശക്തമാക്കിയത്. ഉത്സവത്തോടനുബന്ധിച്ചുള്ള താൽക്കാലിക ഭക്ഷ്യവിൽപ്പന കടകളിലും പരിശോധന നടത്തി. ഉപയോഗയോഗ്യമല്ലാത്ത ഐസ്, പഴകിയ ഭക്ഷ്യവസ്തുക്കൾ എന്നിവ പിടിച്ചെടുത്തു നശിപ്പിച്ചു. ഭക്ഷണപദാർത്ഥങ്ങളിൽ അടച്ചു സൂക്ഷിക്കുന്നതിനും സുരക്ഷിതമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിനും നിർദ്ദേശം നൽകി. ഉത്സവത്തോടനുബന്ധിച്ച് വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ സമിതിയുടെ നേതൃത്വത്തിൽ പരിസര പ്രദേശങ്ങളിലെ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തിയിരുന്നു. ദേവസ്വം വിളിച്ചു ചേർത്ത ഉത്സവാഘോഷ കമ്മിറ്റികളുടെ യോഗത്തിലും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ വി.ഇ.ഒ. രഘു, സീനിയർ ക്ലർക്ക് എ. അനിത, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അൻവർ ഷെരീഫ്, കെ. സുജിത്ത്, ഹമീമ, എൻ.ജി. അജിത എന്നിവർ പങ്കെടുത്തു. ഭരണിയോടനുബന്ധിച്ച് നടത്തുന്ന ഭക്ഷണശാലയും കലവറയും സ്ക്വാഡ് പരിശോധിച്ചു. പാചകം ചെയ്യുന്നവർക്ക് ശുചിത്വ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആളൂർ തിരുത്തിയിലെ ഗ്രൂപ്പ് ഫാമിംഗ് സൊസൈറ്റിക്ക് സമീപത്തുള്ള പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടത്തി. പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് എൻ.എസ്. ധനൻ അധ്യക്ഷനായി. പാടശേഖര സമിതി പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാനുമായ എൻ.എ. ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗം പി.കെ. അസീസ്, കൃഷി ഓഫീസർ ഗായത്രി രാജശേഖരൻ, കൃഷി അസിസ്റ്റന്റ് അനൂപ്, പാടശേഖര സെക്രട്ടറി പി.കെ. പ്രമോദ്, ട്രഷറർ എ.ഒ. ആന്റണി എന്നിവർ സംസാരിച്ചു. 130 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിൽ ഉമ്മാവിത്ത് ഉപയോഗിച്ച് നടത്തിയ പുഞ്ചകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതിയിലെ കർഷകർ തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിൽ സംബന്ധിച്ചു. പഴഞ്ഞി അയ്യന്നൂർ അയ്യമലക്കാവ് ക്ഷേത്രത്തിലെ പൂരം കൊടിയേറി. ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കപ്പിയൂർ മന ഗിരീഷ് തിരുമേനി കൊടിയേറ്റം നിർവഹിച്ചു. മാർച്ച് 7 വെള്ളിയാഴ്ചയാണ് പൂരാഘോഷം. രാവിലെ ആനെഴുന്നള്ളിപ്പും തെയ്യം, കരിങ്കാളി തുടങ്ങിയ വേലാഘോഷ പരിപാടികൾ ഉണ്ടാകും. കൊടിയേറ്റ ദിവസമായ ബുധനാഴ്ച വൈകിട്ട് 8 മണിക്ക് മാതൃസമിതി, ശ്രീപദം, ലക്ഷ്യ നൃത്ത സംഘങ്ങളുടെ നൃത്താർച്ചന ഉണ്ടായിരിക്കും. ക്ഷേത്രം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ കെ.ആർ., കോമരം ചന്ദ്രൻ കണ്ടിരുത്തി, ജയപ്രകാശ്, മോഹനൻ കെ.വി., ബാലൻ കെ.കെ. തുടങ്ങിയവർ നേതൃത്വം നൽകും. എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗവും CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന T.S. വേലായുധന്റെ 5ാം ചരമവാർഷിക ദിനം ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തലും അനുസ്മരണ യോഗവും നടത്തി. ചിറ്റാട്ടുകര പോൾ മാസ്റ്റർ പടിയിൽ വെച്ചു നടന്ന ദിനാചരണം മണലൂർ ഏരിയ സെക്രട്ടറി P.A. രമേശൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി B.R. സന്തോഷ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P.G. സുബിദാസ്, ആഷിഖ് വലിയകത്ത്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ C.F. രാജൻ, കൃഷ്ണൻ തുപ്പത്ത്, R.A. അബ്ദുൾ ഹക്കീം, M.S. സതീഷ്, K.B. ബിജു, A.C. രമേശ്, P.R. ബിനേഷ്, ജനപ്രതിനിധികളായ ചെറുപുഷ്പം ജോണി, ശ്രീബിദ ഷാജി, V.K. മോഹനൻ തുടങ്ങി പാർട്ടി പ്രവർത്തകരും T.S. വേലായുധന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. കുന്നംകുളം തെക്കേപ്പുറം ശ്രീ മാക്കാലിക്കാവ് മഹാകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം വർണ്ണാഭമായി. ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, നടക്കൽപ്പറ എന്നിവയുണ്ടായി. ഉച്ചയ്ക്കു ശേഷം 3 മണിയോടുകൂടി ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. വൈകിട്ട് 5 മണിയോടെ മേഖലയിലെ 13 പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി. തിറ, വർണ്ണക്കാവടികൾ തുടങ്ങിയവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. വൈകിട്ട് 6-ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ശേഷം ദീപാരാധന, പരമ്പരാഗത വേലവരവുമുണ്ടായി. രാത്രി 10:30-ന് തായമ്പക, കൊമ്പ്, കുഴൽപ്പറ്റ എന്നിവയ്ക്കു ശേഷം പുലർച്ചെ 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പുമുണ്ടായി. ബുധനാഴ്ച രാവിലെ കാർത്തിക വേലയുടെ ഭാഗമായി വടക്കേ നടയിൽ ദണ്ഡ് നാട്ടി, കർമ്മം, ഗുരുതി എന്നീ ചടങ്ങുകളോടെ കുംഭഭരണി മഹോത്സവം സമാപിച്ചു. കൊരച്ചനാട്ട് ശ്രീഭഗവതി ക്ഷേത്രത്തിൽ പുലിയിറങ്ങി. കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഉത്സവ വരവിലാണ് ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ പുലിക്കളിയുമായി എഴുന്നള്ളിപ്പ് നടത്തിയത്. ഉത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച പ്രണാമം കലാവേദിയുടെ നാട്ടുത്സവവും തിങ്കളാഴ്ച മാവിൻചുവട് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ സെമി ടോൺ അവതരിപ്പിച്ച ഗാനമേളയും ശശീന്ദ്രൻ മങ്ങാടിന്റെ നേതൃത്വത്തിൽ ഭഗവതിപ്പാട്ടും ഉണ്ടായിരുന്നു. ഭരണി ദിവസം വിശേഷാൽ പൂജകൾക്ക് ശേഷം 4 മണിക്ക് പാണ്ടിമേളത്തോടുകൂടി തിടമ്പെഴുന്നള്ളിപ്പും 6 മണിക്ക് കാവടി, തിറ, പൂതൻ, കാള, കരിങ്കാളി വിവിധ മേളങ്ങളുടെ അകമ്പടിയോടുകൂടി വേലകയറ്റവും തുടർന്ന് ദീപാരാധനയും തെയ്യം, മയിലാട്ടം, ശിങ്കാരിക്കാവടി, പുലിക്കളി, ശിങ്കാരിമേളം,
മേളം എന്നിവയോടുകൂടി 9 മണിക്ക് വേലകയറ്റവും ഉണ്ടായി. തുടർന്ന് അത്താഴപൂജയും കലാമണ്ഡലം വിജീഷ്, കലാമണ്ഡലം രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പകയും അരങ്ങേറി. പുലർച്ചെ 3 മണിക്ക് മധുതാലത്തോടുകൂടി താലം എഴുന്നള്ളിപ്പും പൊങ്ങലിടി എന്നിവയും ഉണ്ടായി. കാർത്തിക നാളിൽ രാവിലെ 9 മണിക്ക് വടക്കൻ വാതുക്കൽ ഗുരുതി തർപ്പണം, അട പുഴുങ്ങൽ, അരി എറിയൽ എന്നിവയോടുകൂടി നട അടച്ചതോടെ ആഘോഷങ്ങൾക്ക് സമാപനമായി. ക്ഷേത്രം പ്രസിഡന്റ് ഭാസ്കരൻ മഞ്ചേരി, സെക്രട്ടറി മണികണ്ഠൻ പൊന്നമ്പത്ത്, ട്രഷറർ അർമുഖൻ, ക്ഷേത്രം ഊരാളൻ വിശ്വനാഥൻ തുടങ്ങി കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്രം മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പഴഞ്ഞി ഏരിയ പ്രതിനിധി സമ്മേളനം പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ നടത്തി. തൃശൂർ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് ലതാ ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അൻസിയ റഹ്മത്തുള്ള സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ഷീല പോൾസൺ വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഫിലോമിന വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. 250 പ്രതിനിധികൾ പങ്കെടുത്തു. പെങ്ങാമുക്ക് കാരിച്ചാൽ കടവ് പാലം മഴക്കാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. തയ്യൽ തൊഴിലാളി പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിച്ച് മുടക്കമില്ലാതെ നൽകണമെന്നും പ്രമേയത്തിലൂടെ സർക്കാരിനോടും ക്ഷേമനിധി ബോർഡിനോടും ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ 21 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഷീജ സുദീപ്, ഷീല ജോയ്, കൗസല്യ തുടങ്ങിയവർ സംസാരിച്ചു. TLT ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു. മണികണ്ഠൻ പുന്നക്കലിനെ ആസ്പദമാക്കി P. സുരേന്ദ്രൻ എഴുതിയ മണിപത്മം പുസ്തകം പ്രകാശനത്തിനൊരുങ്ങുന്നു. നോവലിസ്റ്റ്, യാത്രാ എഴുത്തുകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് P. സുരേന്ദ്രൻ. 2002 അദ്ദേഹത്തിന്റെ രാമചന്ദ്രന്റെ കല എന്ന കലാവിമർശന ഗ്രന്ഥത്തിന് കേരള ലളിതകലാ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. പിന്നീട് യൂസുഫ് അറക്കലിനെ കുറിച്ച് വെളിച്ചത്തിന്റെ പര്യായങ്ങൾ എന്ന പുസ്തകം പുറത്തിറങ്ങി. വടക്കാഞ്ചേരി എങ്കക്കാട് നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് 9 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ വെച്ച് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പുസ്തകം പ്രകാശനം നിർവഹിക്കും. കഥകളി നടനും സംഗീതജ്ഞനും ചിത്രകാരനും ശില്പിയുമായ ഡോക്ടർ സദനം ഹരികുമാർ പുസ്തകം ഏറ്റുവാങ്ങും. പുസ്തക പരിചയം സതീഷ് കുമാർ നിർവഹിക്കും. വിശിഷ്ടാതിഥികളായി ഡോക്ടർ ഷാജു നെല്ലായി, E. ജയകൃഷ്ണൻ, P. സുരേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. ലഹരി മാഫിയയ്ക്കെതിരെ ജനകീയ പ്രതിരോധം തീർത്ത് വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് മോഡേൺ നഗറിൽ നിൽപ്പ് സമരം നടത്തി. വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് സെക്രട്ടറി P. അനീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി നിഷാദ് ആൽത്തറ, ട്രഷറർ മൊയ്തീൻ ബാവ എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ മദ്യപ്പുഴ ഒഴുക്കിയും ലഹരി മാഫിയയ്ക്കെതിരെ കണ്ണടച്ചും സർക്കാർ തുടരുന്ന സമീപനം തിരുത്തണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ പാതാക്കര, പൊറവൂർ കോംപ്ലക്സ് യൂണിറ്റുകൾ സംയുക്തമായി റമദാൻ മാസത്തോടനുബന്ധിച്ച് ലബൈക യാ റമദാൻ പരിപാടി സംഘടിപ്പിച്ചു. GIO കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ഷെഹബിയ MK അധ്യക്ഷത വഹിച്ചു. പാതാക്കര യൂണിറ്റ് പ്രസിഡന്റ് യാസിറ ഉമർ ക്ലാസ് എടുത്തു. ചടങ്ങിൽ പെരുമ്പിലാവ് സ്വദേശിയും നാഷണൽ സിൽവർ മെഡൽ ജേതാവുമായ സുഹൈമ നിലോഫറിന് സെക്രട്ടറി മുഹസിന അബ്ദുള്ള ഉപഹാരം നൽകി ആദരിച്ചു. ഏരിയ സമിതി അംഗം ഷാന അഫ്രീൻ, ഫഹ്മിദ, നുസ്ഹ പർവിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 850 രൂപ, പവന് 64,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.